സൗദി കമ്പനിയായ അരാംകോ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുകയാണ്. അവർ മുമ്പും ഈ ക്രൂഡ് ഓയിൽ ഖനന മേഖലയിൽ ഇന്ത്യയിൽ നിക്ഷേപത്തിന് തയ്യാറായി വന്നിരുന്നു. 2018 മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ 2019 റിലയൻസുമായിട്ട് ചേർന്നു അവർ അങ്ങനൊരു ഉദ്യമം നടത്തിയിരുന്നു. പക്ഷെ അന്നത് വിജയിച്ചില്ല. ഇപ്പോൾ ഈ 2025 വീണ്ടും അവർ വരാനുള്ള സാഹചര്യം എന്താണ്? എത്ര വലിയ നിക്ഷേപമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ്. കാരണം 18ലും 19ലും വന്നു, റിലയൻസ് പോലുള്ള വലിയ ഒരു ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്ത് റിഫൈനിങ്ങിൽ അവരൊരു ട്രൈ ചെയ്തു. പക്ഷേ വാല്യുവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം അവർ അങ്ങനെ ഒരു നിക്ഷേപത്തിന് തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഇത് നമ്മൾ കാണേണ്ടത് ഒരു പ്രീ ഉക്രൈൻ പോസ്റ്റ് ഉക്രൈൻ എന്നുള്ള ആ ഒരു അപ്പം ഉക്രൈൻ വാറിന് മുൻപും അത് തുടങ്ങിയതിന് ശേഷവും എന്നുള്ളൊരു വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ക്രൂഡ് ഓയിൽ ട്രേഡിൽ ഉക്രൈൻ റഷ്യ വാർ ഒരു നിർണായകമായ ഒരു ഘടകമായി മാറി. അന്ന് എനിക്ക് തോന്നുന്നു ഈ അമേരിക്കൻ സർക്കാർ പണ്ട് ഇറാനിൻ്റെ എണ്ണ വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ റഷ്യന്ന് ആരും ഇനി മേലാൽ എണ്ണ വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മൻമോഹൻ സിംഗ് അതനുസരിച്ചു, അതെ, മോദി അതനുസരിച്ചില്ല. കറക്റ്റ്. അപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ്ട് സൗദിക്ക് മനസ്സിലായത് 18% വരുന്ന ഇറക്കുമതി, ക്രൂഡ് ഓയിൽ ഇറക്കുമതി 14% കുറഞ്ഞു സൗദിയിൽ നിന്നുള്ള. അപ്പോൾ ഒരു സ്ട്രോങ് നേഷൻ, ഭാരതത്തിൻ്റെ ഒരു കൺസംഷൻ എന്ന് പറയുന്നത് വളരെ ഏതാണ്ട് 3rd ബിഗസ്റ്റ് കൺസംഷൻ ഉള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്തിലെ 3ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതിയും ഉപഭോഗത്തിൽ. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രത്തിനെ അവർക്ക് മാറ്റി നിർത്താൻ ഒക്കില്ല. അപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വരുത്തി ഇൻഷുറൻസ് കമ്പനികൾ പോലും ഇൻഷുർ ചെയ്യാതെയാണ് ഈ അന്ന് നടന്നിരുന്നത്. അപ്പം ലോകത്ത് ഈ റഷ്യൻ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറായില്ല. അത് ഹ്യൂജാണ്, ഈ ഇൻഷുറൻസ് മേഖല വളരെ ഹ്യൂജാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പോലും ഭാരതം ഇതിറക്കി ഇവിടെ റിഫൈൻ ചെയ്ത് ഇത് അവർക്ക് തന്നെ തിരിച്ച് അതായത് ഈ യൂറോപ്പിനും മറ്റുമൊക്കെ തിരിച്ച് സപ്ലൈ കാണിച്ചൊരു കരുത്ത് എക്സ്പോർട്ട് ചെയ്യാൻ ഇവിടുന്ന്. അതെ, ഈ ഡീസലും പെട്രോളുമായിട്ട് റിഫൈൻ ചെയ്ത് ആ ഒരു കരുത്തെന്ന് പറയുന്നത് ഒരു ലോകത്തെ മുഴുവൻ ഭാരതത്തിൻ്റെ ഒരു സ്റ്റേച്ചറിനെ ഒരു അതായത് നമ്മളൊരു അമ്പോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് കാരണം ഈ സൗദി മിഡിൽ ഈസ്റ്റിലെ ശരിക്കും സൗദിക്ക് അതിൻ്റെ അപകടം മനസ്സിലായി. എക്സാക്ട്ലി. അപ്പോൾ ഇന്ന് സൗദി ഒരു ട്രാൻസ്ഫോർമേഷണൽ ഫേസിലാണ്. ഈ സൗദിയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ ഒരു അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു തുടങ്ങുന്ന കാലം മുതൽ അവരുടെ ഒരു തീവ്ര ഇസ്ലാമിക ഒരു രീതി അദ്ദേഹം മാറ്റുന്നുണ്ട്. ഹിജാബ് ധരിക്കുന്ന ശരീഅത്ത് നിയമങ്ങൾക്കെല്ലാം വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതൊരു ഒരു എന്താ പറയുന്നത് ഹ്യൂമൻ ലിബറൽ ഞാൻ ലിബറൽ എന്നുള്ള വാക്ക് ഐ വുഡ് സേ പ്രോ ഹ്യൂമൻ അപ്രോച്ച്, വളരെ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നിയമങ്ങളും മറ്റുമൊക്കെ സെൻസിബിളായിട്ട് ആലോചിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹത്തിനെ കണ്ടു തുടങ്ങി. അത് വളരെ തീവ്രമായ വഹാബി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് മാറുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിന് ഇതുണ്ടായി. അപ്പോൾ നാച്ചുറലി ഇദ്ദേഹത്തിന് ബിസിനസ്സും, കാരണം ഈ ഓയിലും മറ്റുമൊക്കെ എത്ര കാലം എന്നുള്ളതിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയും ഭാരതത്തിനെ പോലൊരു രാഷ്ട്രത്തിനെ അവഗണിക്കാൻ ഒക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പണ്ട് ഈ പറയുന്ന പോലെ വന്നു അവർ ഇതൊക്കെ ചെയ്തെങ്കിലും അതും ഈ പറയുന്ന ഈ NDA ഭരണകാലത്ത് തന്നെയാണ്. എന്നിട്ടും അവർക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ എന്നുള്ളതിൻ്റെ ഒരു മനസ്സിലാക്കിയത് ഒരു പക്ഷേ ഈ യുക്രൈൻ വാറിൻ്റെ ശേഷമുള്ള ഇതിലാണ്. നമ്പർ 2, ഇപ്പോൾ ട്രംപിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ എക്സ്കവേഷൻ നടത്തും, ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്തും.
അതിൽ ഭാരതം എണ്ണ വാങ്ങുന്നത് ഭാരതത്തിനെ പറ്റി, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഭാരതം അതിന് വേണം എന്ന് ട്രംപിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പം എണ്ണ സപ്ലൈ ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം ഭാരതത്തിലെ പോലെ രാഷ്ട്രം ഈ പറയുന്ന നമ്മൾ ഇനി എന്ത് ക്ലീൻ എനർജി വന്നാലും എനർജി സെക്യൂരിറ്റി നമ്മൾ ന്യൂക്ലിയറിലേക്ക് പോകുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ഫസ്റ്റ് മൂവർ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് വരുത്തുന്നതിന് തന്നെയാണ് വളരെ ക്ലവറായിട്ടുള്ള, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നീക്കമാണ് ഈ പറയുന്ന സൗദി ഇന്ത്യയിൽ വന്ന് ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലും ഈ ഓയിൽ റിഫൈനിങ്ങിന് കൊണ്ടുവരുന്ന ഒരു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ആന്ധ്രയിലും ഈ ഗുജറാത്ത് തീരത്തും അതുപോലെ തന്നെ കൊങ്കൺ തീരത്തും ഇങ്ങനെ ഏതാണ്ട് കേരളം വരെ അത് എത്തുമെന്ന് പറയുന്നു, കൊല്ലം വരെയൊക്കെ എത്തുമെന്ന് പറയുന്നു ആ പര്യവേഷണം. ഇത് നമുക്ക് ഭാവിയിൽ എന്ത് പ്രയോജനം ചെയ്യും? ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? ഇതിനെന്തെങ്കിലും മറ്റ് ദോഷങ്ങൾ, ഇപ്പോൾ പരിസ്ഥിതിക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച്? ബേസിക്കലി ഈ പറയുന്ന ഒരു നെസസറി, ഇപ്പോൾ കോളിനെ പറ്റിയൊക്കെ ആളുടെ പരിസ്ഥിതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഡെവലപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നേസൻ രാഷ്ട്രം എന്ന് പറയുന്നത് ആ സമയം ഇത് ബാക്കി എല്ലാവരും അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഡെവലപ്ഡ് ആയി. ഇപ്പം അവർ പറയുന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതിനെന്നാ ഒരു ആൾട്ടർനേറ്റീവ് നമുക്കില്ലേന്ന് തന്നെ അപ്പോൾ ചില കോംപ്രമൈസസ് ഇതിനകത്ത് വരുത്തിയേ പറ്റുള്ളൂ. നമ്മുടെ ഒരു എക്കണോമിക് പ്രോഗ്രസിൻ്റെ ഭാഗം വരും. അപ്പോൾ ഈ സൗദിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടിടത്താണ്, അതായത് ആന്ധ്രയിലും ഗുജറാത്തിലും. പക്ഷേ ഓയിൽ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ അതിലുള്ള ആ മേഖലയിലുള്ള ഇത് വളരെ കൂടുതലായും ചെയ്യുന്നത്. ഇപ്പം UP വലിയ തോതിൽ ഒരു ഓയിൽ, കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു, വലിയ എണ്ണ നിക്ഷേപമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3000 മീറ്റർ താഴെയാണ്. അപ്പോൾ ഇതൊരു വലിയ തോതിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള എക്സ്കവേഷനിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ, അതിനനുസരിച്ചുള്ള ടെക്നോളജി വേണം. കറക്റ്റ്. അപ്പോൾ ഇത് 15,000 മീറ്ററും ഒക്കെ ഉള്ളതിൽ പല രാഷ്ട്രങ്ങളും ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ കോസ്റ്റും നമ്മൾ പഠിക്കണം. അപ്പം ഒരു നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് പുറത്തെടുത്ത് അതിൻ്റെ വോള്യൂം എത്രയാണുള്ളത്, അങ്ങനെ ഒരു നിക്ഷേപം എടുത്താൽ അത് എത്ര കാലം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ, അതിൻ്റെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ്. കാരണം ഒരുപാട് വെള്ളം യൂസ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇതിൻ്റെ ഹീറ്റ് വരുന്നപ്പോഴത്തൊക്കെ അതിൻ്റെ മലിനജലം വരുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഭാരതം വളരെ കെയർഫുള്ളായിട്ട് ഈ ഓയിൽ എക്സ്പ്ലോറേഷൻ രംഗത്ത് വന്നിരുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ റിഫൈനിങ് ആണ് നടത്തുന്നത്, എക്സ്പ്ലോറേഷൻ എന്നുള്ള നിലയിലോട്ട്. അപ്പോൾ ഇത് രണ്ട് മേഖലയാണ്. എണ്ണ കുഴിച്ച് അതിൽ നിന്ന് എടുക്കുന്നതും ഈ പറയുന്ന സൗദി കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ റിഫൈൻ ചെയ്ത് അത് ഇവിടെ, അതായത് നമുക്കിപ്പോൾ ഞാനൊരു കണക്ക് നോക്കുമ്പോൾ 2030 ആകുമ്പോൾ ഏതാണ്ട് 72 ലക്ഷം ബാരലുകളാണ് പെർ ഡേ നമുക്ക് വേണ്ടി വരുന്നത്. BPD എന്ന് പറയും, 72 lakhs ബാരൽ പെർ ഡേ. അത് ഇപ്പോൾ ഏതാണ്ട് 50 ലക്ഷം BPDs ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഏതാണ്ട് 3 റിഫൈനറീസ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗദിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതാണ്ട് 4 ലക്ഷം BPDസിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ വേൾഡിലെ ഏറ്റവും വലിയ റിഫൈനിങ് ഉള്ളത് ഭാരതത്തിൽ തന്നെയാണ്. ഏതാണ്ട് 51 ലക്ഷം BPDs ആണ് നമ്മുടെ ഈ പറയുന്ന റിഫൈനിങ്ങിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി. അത് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും സമയം കിട്ടുമ്പോൾ, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുക, ആളുകളുടെ സ്കില്ല് കൂടുക, ടെക്നോളജി വരുന്നു, അപ്ഗ്രഡേഷൻ വരുന്നു, എക്സ്പോർട്ട് വരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു, നമ്മുടെ ഇമ്പോർട്ട് ബില്ല് മാറുന്നു. ഇതിനെല്ലാം പുറമെ ഒരു ജിയോ പൊളിറ്റിക്കലായിട്ട്, അത് സൗദിയുമായിട്ടൊക്കെ, കാരണം അവർ ഒരു വലിയ ഏതാണ്ട് 90,000 കോടി രൂപയാണ് എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഈ ഗുജറാത്തിലെ റിഫൈനറിക്ക് ഏതാണ്ട് വളരെ ഇയർലി സ്റ്റേജസിലാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ആയിട്ടില്ല. അപ്പോൾ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുമ്പോൾ
നമ്മുടെ രാഷ്ട്രത്തിലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ബന്ധം സൗദിയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കൂടി ഇത് തരും. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ വരുന്ന ഒരു വിസിറ്റ് കൂടെ ആവും. ഞാൻ അതേക്കുറിച്ച് ചോദിക്കാൻ വന്നതാണ്. ഈ 2025 സെക്കൻഡ് ക്വാർട്ടറിൽ അദ്ദേഹം സൗദി സന്ദർശിക്കും എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ കാര്യത്തെ എങ്ങനെ സഹായിക്കും? അല്ല, ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയമായിട്ട് മാത്രമല്ല ഈ പറയുന്ന വിസിറ്റ്സ് നടക്കുന്നത്. ഇപ്പം ട്രംപ് ഒരിടത്ത് പോയി, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഒരാൾ വന്നു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കഴിഞ്ഞ ഒരു വലിയ ഡെലിഗേഷനാണ് ഭാരതത്തിൽ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു ട്രേഡ് കൂടെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. വ്യാപാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നാച്ചുറലി നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ എക്സ്പോർട്ട് എന്തൊക്കെ ചെയ്യാനൊക്കും എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ സംസാരിക്കും. അപ്പം അവിടെ നിന്ന് നിക്ഷേപം ഇവിടെ വരുമ്പോൾ അവരും നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും തിരിച്ചു വാങ്ങിക്കാനും മറ്റുമൊക്കെ ഇതുണ്ട്. കാരണം റഷ്യയുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഡീലെന്ന് പറയുന്നത് റുപ്പിയിലാണ്. അതെ. അപ്പോൾ റുപ്പി റൂബിൾ ട്രേഡിൻ്റെ കാര്യം പറയുന്നത് പോലെ പല കാര്യങ്ങളിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അപ്പം നാച്ചുറലി റുപ്പി റിയാൽ ട്രേഡ് കാരണം ഇത്രയും ഭാരതീയരവിടെ ജോലി ചെയ്യുന്നതാണ്, ഏഷ്യൻ കൺട്രിയാണ്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ ചെയ്യാനൊക്കും, അല്ലെങ്കിൽ ഒരു ബാർട്ടർ പോലെയോ. കാരണം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ഷോറിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ഈ ഓഫ് ഷോറിങ് എന്ന് പറയുന്നതിന് പകരം ഫ്രണ്ട്, അഥവാ മൈ ഫ്രണ്ട് മോദി എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പം വളരെ ശക്തമായ സൗഹൃദ ബന്ധമുള്ളവരുമായി വ്യാപാരം നടത്തുക, അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ചൈനയൊക്കെ ആയിട്ടുള്ള വ്യാപാരത്തിനെ പറ്റി ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇന്ന് ആരുമായിട്ടാണ് ബന്ധം കൂടുതൽ സൗഹാർദ്ദത്തിൽ. അപ്പോൾ ഇതുപോലുള്ള വിസിറ്റും ഇൻട്രാക്ഷനും ഒക്കെ ആ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായിട്ട്. കാരണം പണ്ട് നമ്മൾ ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളിൽ സപ്പോർട്ട് ചെയ്യാത്തത് എന്താ, നമ്മളെടുത്ത് ഈ പറയുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പിണങ്ങും എന്ന് പറയും. ഇന്ന് നമ്മൾ അവർക്ക് വലിയ സൗഹൃദമാണ് അവർക്കുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന ട്രേഡിൽ ആയുധങ്ങളും മറ്റുമൊക്കെ അവിടെ സപ്ലൈ ചെയ്തിട്ട് പോലും നമ്മളുമായി ഇത് ചെയ്യാൻ. അപ്പം ഇത് നമ്മുടെ കരുത്തനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെയാണോ ഒരാളുമായി ഡീൽ ചെയ്യുന്നത്, ആ ഡീല് അനുസരിച്ചായിരിക്കും നമ്മുടെ വ്യാപാരത്തിന് നിയന്ത്രിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഭാരതത്തിനുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ എണ്ണയിലൂടെ നേടാനാണ് മോദി അല്ലെങ്കിൽ ഭാരത സർക്കാർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അരാംകോയ്ക്ക് സ്വാഗതം വരട്ടെ. നമ്മുടെ രാജ്യത്തും അതിൻ്റെതായ മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.